ഇവൻ ഞങ്ങളുടെ മുത്താണ്. ഇവൻ ഈ വീട്ടിൽ വന്നത് തെരുവുനായായിരുന്നു. ഇവൻ ഒരു ദിവസം ഞാൻ നടക്കാൻ പോകുമ്പോൾ എൻ്റെ കാലിൻ്റെ ബാക്കിൽ വന്ന് പപ്പിയായിരുന്നു, വളരെ ചെറുതായിരുന്നു. അപ്പം ഒരു കപ്പി. അപ്പോഴാണ് ഞാനിവനെ ആദ്യമായിട്ട് കാണുന്നത് തെരുവിൽ നടക്കണേ. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവൻ അവിടെ ഒരു വീടിൻ്റെ ഉമ്മർത്ത് ആ വീടിൻ്റെ കാവൽക്കാരനായിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് ഭക്ഷണം കിട്ടിയിരുന്നു. ആ വീട്ടുകാർ ബാംഗ്ലൂർക്ക് പോയപ്പോൾ അവൻ ഒറ്റയ്ക്കായി അവിടെ. എന്നാലും ആ ചുറ്റുവട്ടത്തുള്ള എല്ലാവരും ഇവനെ ഭയങ്കര കൗതുകമായിരുന്നു കാണാൻ ചെറുപ്പത്തിൽ. അപ്പോൾ ഇവന് അവർ ഭക്ഷണം കൊടുക്കും, അങ്ങനെ പോയിരുന്നു. ആ ഇടയ്ക്ക് ഇവൻ്റെ കാലുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ വണ്ടി കയറ്റി. അതിന് ശേഷം ആ സൗണ്ടുള്ള ഏത് വണ്ടി അതിൽ പോയാലും, ഓട്ടോറിക്ഷക്കാരനാണോ ബൈക്കുകാരനാണോ എന്നറിയില്ല, ഇത് രണ്ട് വണ്ടികളിലും ഒരു പ്രത്യേക ശബ്ദത്തിലുള്ള വണ്ടി പോകണ കണ്ട അവൻ പിന്നാലെ ഓടും. ഇത് കണ്ട് ആൾക്കാർ അവനെ കല്ലെറിയാൻ തുടങ്ങി, ശല്യക്കാരനായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വൻ കയറി വരികയാണ് ഉച്ചനേരമായപ്പോൾ. അപ്പോൾ ഞാൻ അവന് ഭക്ഷണം കൊടുത്തു. ആ ഭക്ഷണം കഴിച്ച് പിറ്റേ ദിവസം അതേ നേരമായപ്പോൾ അവൻ അവിടെ വന്നു. അന്ന് സ്കൂളില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ അവന് ഭക്ഷണം ഞാൻ വീണ്ടും കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവനിവിടെ കിടക്കാൻ തുടങ്ങി. അവന് ഞങ്ങൾ ആട്ടി വിട്ടില്ല, പാവല്ലേ എന്ന് വിചാരിച്ച് അവിടെ കിടത്തി. അങ്ങനെ ഈ വീട്ടിൻ്റെ കാവൽക്കാരനായി. ഇവനൊരു ദൂഷ്യമുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ വൈഫും മോനും മാത്രമേ ഈ വീട്ടിലിരിക്കാൻ പാടുള്ളൂ. വേറെ ആരും ഈ വീട്ടിൽ കയറാനേ പാടില്ല. കയറിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. വന്നോളൂ, ഞങ്ങളവനെ മാറ്റി നിർത്തിയ ആൾക്കാരെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ വന്നിരുന്നോളൂ, സോഫയിലേക്ക് ഇരുന്നോളൂ, പക്ഷെ അനങ്ങാൻ പാടില്ല. അനങ്ങിയാൽ അവൻ അപ്പം കയറി പിടിക്കും. കാരണം അവൻ്റെ വിചാരം അവനെ രക്ഷിച്ച എൻ്റെ ഫാമിലീനെ ആക്രമിക്കാൻ വരുന്നുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്ക് ഇവനെ നോക്കിയിട്ട് വേണം റോട്ടിൽ പോവാൻ. കാരണം റോട്ടിൽ പോയി ഞങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ അതിലേ പോണ ഒരു വസ്തുവിനെ അവൻ വെറുതെ വിടില്ല, അപ്പം അവൻ അറ്റാക്ക് ചെയ്യും. അതാണ് ഞങ്ങൾക്ക് 3 പേർക്കും റോഡിലേക്ക് ഇറങ്ങി ഇവനെ വീടിൻ്റെ അകത്തിട്ട് അടച്ചിട്ട് വേണം പോകാൻ. ഞാൻ ഇതുവരെ അവനെ ബെൽറ്റിലിട്ടിട്ടില്ല കേട്ടോ. അതായത് അക്രമകാരിയാണെന്നും പറഞ്ഞ ആൾക്കാർ എൻ്റെ വീട്ടിൽ തല്ലുപിടിക്കാൻ വന്നിട്ടുണ്ട്. കാരണം വണ്ടികളുടെ പിന്നാലെ ഓടണ കാരണമുണ്ട്. പക്ഷേ ഇവനൊരു സാധുവാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്നവനാണ്. പക്ഷേ വീട്ടിൽ വരണ്ട, എൻ്റെ വീട്ടിൽ വരണ്ട. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 3 പേരും മാത്രം മതി. ഇത് ഇവൻ്റെ കഥ. ഇനിയുണ്ട് കഥകൾ പറയാൻ, അത് ഞാൻ അടുത്തതിൽ പറയാം.